ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉന്നക്കായ എനിക്കും ഇത് ഒത്തിരി ഇഷ്ടമാണ്. ആദ്യമൊക്കെ എന്ത് ഉണ്ടാക്കുമ്പോൾ അത് ശരിയാവില്ലായിരുന്നു. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ എനിക്ക് ആദ്യം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയമൊക്കെ പോകുന്ന പോലെയൊക്കെ തോന്നി. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കാൻ പഴം എടുക്കുമ്പോൾ ഒരുപാട് പഴുപ്പ് കൂടിയ പഴം എടുക്കാതിരിക്കുക. ഒരു മീഡിയം ലെവലിൽ പഴുപ്പുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക. പഴത്തിൻ്റെ തൊലി കളഞ്ഞ് അതിൻ്റെ ആരൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള ആ കറുപ്പ് ഭാഗം ഒന്ന് മാറ്റി കൊടുക്കാം. ആദ്യം കുഞ്ഞക്കായ ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യം ആവി കയറ്റും. അതിനുശേഷമാണ് ഈ കറുപ്പ് ഭാഗവും ആരെല്ലാം കളയൽ. അപ്പോൾ ആ ചൂടോടുകൂടി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 5 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. എല്ലാതും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആവി കയറ്റിയെടുക്കാൻ വേണ്ടി ഒരു ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അത് ചൂടായപ്പോൾ അതിലേക്ക് ഇഡലിത്തട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് കുക്കായി ഒന്ന് നോക്കാം. അപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. 1-2 മിനിറ്റ് ഇതൊന്ന് തുറന്ന് വെക്കാം. അതിനുശേഷം നമുക്ക് ആ ചൂടോടുകൂടി തന്നെ ഒരു ബൗളിലേക്ക് മാറ്റി ഞാനൊരു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കുന്ന കുട്ടി വെച്ച് ഇതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ചൂടോടുകൂടി ഉടച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് അധികം പഴുപ്പാവാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റി. ഇതിലേക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ഏലക്കായ പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് പോകാൻ വെക്കാം. ഈ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം നാരങ്ങ വലുപ്പത്തിൽ ഓരോ ഉരുളകളെടുത്ത് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടി കൊടുക്കുക. നന്നായി ഉരുട്ടിയതിന് ശേഷം നമ്മുടെ കൈ വെച്ച് മെല്ലെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് കനത്തിലും പരത്തണ്ടെന്നാൽ തീരെ കനല്ലാതെയും പരത്തണ്ട. തീരെ കനല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ എണ്ണയിലിടുന്ന സമയത്ത് പൊട്ടും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ചില സ്ഥലങ്ങളിലൊക്കെ ഫില്ലിങ് തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് മുട്ട കൂടി ചേർക്കാറുണ്ട്. ഞാൻ അതിലേക്ക് മുട്ട ചേർത്തിട്ടില്ല. അപ്പം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഉന്നക്കായ ഇട്ട് കൊടുക്കാം. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഇട്ട ഉടനെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പഴം നമ്മൾ വേവിച്ചെടുത്തതാണല്ലോ, അതുപോലെ അതിലുള്ള ഫില്ലിങ് നമ്മൾ വേവിച്ചെടുത്തതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ മാറിയതിന് ശേഷം നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. അപ്പം ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.